சிபிஎம் மாவட்ட செயற்குழு உறுப்பினர் கே.வி. சசி மற்றும் மாவட்ட கமிட்டி உறுப்பினர் கே. விஜயனுக்கு எதிராக கடும் விமர்சனத்துடன் முன்னாள் எம்எல்ஏ எஸ். ராஜேந்திரன் தன்னுடைய உழைப்பால் மட்டுமே சிபிஎம்மில் வளர்ந்ததாகவும் வேறு கட்சிக்கு சென்றதால் தன்னை மிரட்டி பார்க்கலாம் என்று கே. விஜயன் நினைக்க வேண்டாம் என்றும் തനിക്ക് എന്തവിധ ഭയവും ഇല്ല എന്നും എസ്. രാജേന്ദ്രൻ കൂറിനാർ. മീഡിയ നെറ്റിൽ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. കെ വിജയൻ CPM-ന്റെ വാർത്താ സമ്മേളനം എന്നുള്ള നിലയിലേക്ക് പറയുന്നത് കേട്ടായിരുന്നു. ഇയാൾ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ സംസ്കാരമാണ്. അപ്പം അതെല്ലാം സ്വയം വരേണ്ട കാര്യമാണ്. CPM-ന്റെ പ്രവർത്തനം, അതിൻ്റെ ശൈലി, ഇതെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയത് വളരെ വൈകിയാണ്. ഒരു വർഷക്കാലം സസ്പെൻഷനിലാണ് എന്നുള്ള വിവരം എനിക്കറിയാം. എനിക്കത് അറിയാൻ മേലാത്ത കാര്യമൊന്നുമില്ല. മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് തിരുനെൽവേലി പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ പുതുക്കില്ല, തന്നേക്കാം എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. അതൊന്നും വിജയനക്കറിയില്ല. ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പലിശ കാശ് പിരിച്ചുകൊണ്ട് നടക്കുന്ന ആളായിരുന്നു പ്രിയപ്പെട്ട വിജയൻ. അതുകൊണ്ട് ഞാൻ പലിശക്കാശ് പിരിക്കാൻ വന്ന് പാർട്ടി സെക്രട്ടറി ആയോ DC മെമ്പറോ ആയ ആളല്ല. ഒരു ചുമതലയിൽ ഇപ്പോൾ KV ശശി ആകട്ടെ, വിജയനാകട്ടെ, ഒരു ചുമതലയിലുള്ള സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ പരസ്യമായി വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. ബഹുമാനീയനായ വരദൻ മുതൽ അവസാന ആളുകൾ വരെ പേര് പറയാൻ അറിയാവുന്ന വിജയനെ എന്താണ് എൻ്റെ പേര് വിട്ടുപോകാൻ കാര്യം? എന്നെ പീഡിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനുള്ള പ്രായമൊന്നും വിജയനായിട്ടില്ല. പാർട്ടി തീരുമാനിക്കട്ടെ. അതിനിപ്പം കൊല്ലണമെങ്കിലും വടിയെടുക്കണമെങ്കിലും കത്തിയെടുക്കണമെങ്കിലും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വിജയൻ കാണുന്നതിന് മുൻപ് ആ പാർട്ടിക്കകത്ത് ഇതെല്ലാം ചെയ്തിട്ട് വന്നിട്ടുള്ള ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രാജേന്ദ്രൻ മരണത്തിന് അതീതനല്ല. വന്നപാടെ പഞ്ചായത്ത് മെമ്പറോ വന്നപാടെ MLA ആയ ആളല്ല. CPM-നേക്കാൾ വലിയ സംഭാവന CPI-യും കുപ്പുസ്വാമി തലവറും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാന്യമായി എല്ലാവരും അവരവരുടെ പ്രവർത്തനവും ശേഷിയും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നത് നല്ലതാണ്. അത് ഞാനാണേലും അതിന് പകരം ധിക്കാരപരമായ മറുപടിയും അതിനു വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനവും അപ്പുറത്തും ഇപ്പുറത്തും രാജനും ഈശ്വരനും ആയതുകൊണ്ട് അവർക്ക് എപ്പോഴാണ് നിങ്ങൾ സമയം കൊടുത്തത്? അവരെ നിർത്താൻ തുടങ്ങിയത് എപ്പോഴാണ്? മകേഷ് ഏരിയ സെക്രട്ടറി ആകേണ്ട ആളായിരുന്നല്ലോ. അതെങ്ങനെ മാറിയത്? അതുകൊണ്ട് കഥയറിയാതെയല്ല, നമ്മൾ കഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിന് വേറെ അർത്ഥങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. KV ശശിയും വിജയനും എങ്ങനെ വന്നു, എങ്ങനെ ജീവിക്കുന്നു? അടുത്തിരിക്കുന്ന ആളുകൾ എങ്ങനെ വന്നു, എങ്ങനെ ജീവിക്കുന്നു? തോട്ടം മേഖലയിൽ വന്ന പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരും എങ്ങനെ ജീവിക്കുന്നു? അതാണ് കാര്യം. ഫേസ്ബുക്കിൽ ഒക്കെ അപമര്യാദയായി ഇടാനും നാരി, പരനാരി, പട്ടി, ഇതൊക്കെ എന്തോരം കേട്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്യിക്കുന്നതെല്ലാം വളരെ മോശമാണ്. അതുകൊണ്ട് അവരവരുടെ ജോലി, എനിക്കവിടെ ഇഷ്ടമില്ല. എനിക്ക് അതിനെ മാനസികമായ പ്രയാസമുണ്ടായി. വേറെ പാർട്ടി സ്വീകരിച്ചു പോയി, അത്ര തന്നെ. അതിനെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വിജയൻ്റെ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വർത്തമാനം പാർട്ടിയാണെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുക. എന്നെ വിമർശിക്കാനോ എന്നെ വിരട്ടാനോ പേടിപ്പിക്കാനോ വിജയനക്ക് യാതൊരു അവകാശമില്ല. കാരണം എൻ്റെ അധ്വാനത്തിലും കൂടി അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഞാൻ സംഘടിപ്പിച്ച ആ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് പ്രസംഗം വേണ്ട. ആ പ്രസംഗം അങ്ങനെ നടത്തേണ്ട കാര്യവും ആർക്കും വേണ്ടെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.